ഇണക്കമുണ്ടോ? വലിയ പ്രശ്നമൊന്നുമില്ല. ഒരു പ്രശ്നമില്ല. അതിന് കൊമ്പുണ്ടെന്ന് തന്നെ ഉള്ളൂ. ആ കൊമ്പ് കണ്ട ആൾക്കാർ വിചാരിക്കും കുത്തും വിചാരിക്കും. ഒന്നും ചെയ്യില്ല. വേണ്ടോ, ചവിട്ടും തൊഴിയൊന്നുമില്ല. ചേട്ടാ ഇതിന്റെ ഒരു കൊമ്പ് പെയിന്റ് അടിച്ചിട്ടുണ്ടല്ലോ? അതിത് പ്രൈമർ അടിച്ചിരിക്കുകയാണ്. ഇത് ആ കർഷകന് ഒരു വെള്ള കളറും ഒരു ചുവപ്പ് കളറും അടിച്ചിരിക്കുകയാണ്. ഇത് നമ്മുടെ ഈ പൊങ്കൽ സമയത്ത് പൊങ്കൽ നമ്മുടെ ജനുവരി പൊങ്കൽ അല്ലേ? പൊങ്കൽ ഇത് ഗീർ ക്രോസ് പശുവാണ്. A2 മിൽക്ക് പറയും. ഇത് റെഡ് ആൻഡ് സിന്ധിന്റെ ഗീറും ഉണ്ട് ഇതിൽ. ഇത് നല്ല മധുരമുള്ള പാലായിരിക്കും. ഇവിടുത്തെ ഇങ്ങനെ നമ്മുടെ തമിഴ്നാട്ടിൽ വന്ന നമ്മുടെ ആൾക്കാർ ഇങ്ങനത്തെ ഗീറിന്റെ ക്രോസ് ഒക്കെ ഒന്ന് ധൈര്യമായിട്ട് കൊടുക്കും. ഇതിപ്പോ പ്രസവിച്ചതാണോ? ഇത് പ്രസവിച്ചതാണ്. അതാണ് കുട്ടി. ആ ഈ കറുത്ത കുട്ടിയാണ്. ഇതിന്റെ കുട്ടിയാണ്. എത്ര ദിവസം കഴിഞ്ഞിട്ട് ഇപ്പൊ ഇത് പ്രസവിച്ചിട്ട് 3 ദിവസമായി. 3 ദിവസമായിട്ടുള്ള അല്ലേ? ഓക്കെ. പശുക്കുട്ടിയാണോ കാളക്കുട്ടിയാണോ? അത് കാളക്കുട്ടി, പശുക്കുട്ടി അല്ലേ? ഇതൊക്കെ നമുക്ക് പാലൊക്കെ ആവറേജ്? ഇത് പാല് കുറച്ച് കമ്മിയായിരിക്കും. ഒരു 16 ലിറ്റർ പാലൊക്കെ കിട്ടുള്ളൂ. പക്ഷേ ഫാറ്റ് കൂടുതലാണ്. 52 രൂപ 55 രൂപ നമുക്ക് സൊസൈറ്റിയിൽ കിട്ടും. പിന്നെ ഈ മേനി എന്നും ഉണ്ടാവും. ഇറച്ചിപ്പറ്റ് എന്നും ഉണ്ടാവും. അതാണ് ഇതിന്റെ പ്രത്യേകത. ഇതിന്റെ കാശ് പോവില്ല. പിന്നെ അത് മാത്രമല്ല, ഏത് മലയിലും എവിടെ വേണേലും കയറി നടന്ന് അതാക്കിയിട്ട് നടത്താൻ പറ്റും. ഇത് എത്രാമത്തെ പ്രസവം? ഇത് കഴിഞ്ഞൂലായിരുന്നു? ഇത് രണ്ടാമത്തെ അല്ലേ? ഓക്കെ. അല്ല, കുളമ്പൊന്നും വലുതായിട്ട് ഇറങ്ങിയിട്ടില്ല, അതാ ചോദിച്ചത്. രണ്ടാമത്തെ. ഈ ഒരു ആരോഗ്യം എപ്പോഴും ഈ പശുവിനാണ്? എന്നുണ്ടാവും. ഇനി വലുതാവും, പശു ഇഞ്ഞും വലുതാവും. ഇപ്പൊ തന്നെ അത്യാവശ്യം നല്ലൊരു സൈസ് ഉണ്ട് അല്ലേ? ഇത് കാളടമാതിരി നല്ല വലുതാവും. അത് നമുക്ക് 2 നേരം കൊണ്ട് ഒരു 18 അടുപ്പിച്ച് 18 അനുസരിച്ച് പാലിടും. പിന്നെ പ്രസവിച്ചിട്ടല്ലേ ഉള്ളൂ. 10 ദിവസം കഴിയണ്ടേ പാലാവണമെങ്കിൽ. ആരോഗ്യം മേനിയുള്ള പശു എന്നൊക്കെ പറയല്ലേ? മേനിയുള്ള പശു. ഇതിന്റെ പിൻകാല് കണ്ടല്ലോ, നല്ല ഉയരം കൂടിയ ഇതാണ്. അതിന്റെ ഷേപ്പ് അങ്ങനെയാണ്. പിന്നെ എവിടെ വേണമെങ്കിലും വിട്ട് മേയ്ക്കാം. മലയൊക്കെ കയറിക്കൊള്ളല്ലേ? എവിടെ വേണമെങ്കിലും. ഇതിങ്ങനെ നിന്ന് മേയുന്ന സ്ഥലങ്ങളാണ് അതൊക്കെ. ഇതിനെ കാല് കെട്ടി മേയ്ക്കാറുണ്ട് ഇവിടെ? കാല് കെട്ടിയിട്ട് ഇത് മേയുന്ന സ്ഥലത്തൊന്നും മേഞ്ഞിട്ടില്ല. ഇങ്ങനെ തീറ്റ മുറുക്കം വേണം. തീറ്റ മുറുക്കം ഉണ്ടെങ്കിലാണ് പശുവിന് ആരോഗ്യം ഉണ്ടാവുള്ളൂ. ശരി. മറ്റേത് ഇങ്ങനെ ആലോചിച്ച് തിന്നണ പശുവിനെ കൊണ്ടുപോയിട്ട് കാര്യമില്ല. അപ്പം ഇങ്ങനത്തെ പശുക്കൾ പല സ്ഥലങ്ങളിൽ പോയിട്ട് നമ്മൾ വാങ്ങിക്കും. എല്ലാ സ്ഥലവും നമുക്ക് വീഡിയോ കവർ ചെയ്യാൻ പറ്റില്ല. ഓക്കെ. ചില ആൾക്കാർ സമ്മതിക്കില്ല. അവരെ പശുവിനെ വീഡിയോ പബ്ലിക് ചെയ്യാൻ സമ്മതിക്കില്ല. അവരെ വീഡിയോ മാത്രമല്ലല്ലോ, അവരെ സ്ഥലങ്ങളും അവരെ വീടുകളും അവരെ എന്തൊക്കെ വീഡിയോയിൽ പെടുന്നതൊക്കെ രീതിയിൽ അവർ സമ്മതിക്കില്ല. അപ്പം നമ്മൾ കച്ചവടം ചെയ്യാൻ പോകുമ്പോൾ നമ്മൾ ഇതേമാതിരിയുള്ള സ്ഥലങ്ങളിൽ പോവും. അവിടെ പോയി അവർക്ക് പശുവിനെ വാങ്ങിക്കൊടുക്കും. സന്തോഷമായിട്ട് പശുവിനെ വാങ്ങി അവർക്ക് തിരിച്ചു വീട്ടിൽ പോവാം. ഓക്കെ.